ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കൻ ടെക്കിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡിൽ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് അറിയണ്ടേ? അതെ, നമ്മൾ ഈ എപ്പിസോഡിൽ വന്നിരിക്കുന്നത് റീസ്റ്റോറേഷൻ വീഡിയോയിട്ടാണ്. അതും ഇതിനാണ് നമ്മൾ റീസ്റ്റോർ ചെയ്യാൻ പോകുന്നത്. ഇത് ഏകദേശം ഒരു 50 വർഷമൊക്കെ പഴക്കമുണ്ടാവും തോന്നുന്നു ഇതിന്. അപ്പോൾ ഈ റാന്തലാണ് നമ്മൾ ഇലക്ട്രിക്കൽ റാന്തലാക്കാനാണ് പ്ലാൻ നമ്മുടെ. അപ്പോൾ ഇലക്ട്രിക്കൽ റാന്തൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വേറെ അത്ര വലിയ കാര്യമൊന്നുമല്ല. നമ്മളെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിപ്പോൾ വർക്ക് ചെയ്യണത് മണ്ണെണ്ണ വെച്ചിട്ടാണ്, മണ്ണെണ്ണ വിളക്കായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇതിന് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മളൊരു ഹോൾഡർ ഇവിടെ ലൈറ്റ് ഹോൾഡർ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഒരു ബൾബിന്റെ എന്തെങ്കിലും ഒരു ഹോൾഡർ, എന്നിട്ട് ആ ഹോൾഡറിൽ ഒരു ലൈറ്റ് പിടിപ്പിച്ച് നോക്കാം, എന്നിട്ട് അത് എങ്ങനെ വർക്ക് ആവുമെന്ന് നോക്കാം. അതേപോലെ നമ്മൾ ഈ പെയിന്റ് ഒക്കെ കണ്ടില്ലേ, ഫുള്ളായി പോയിട്ടുണ്ട്, നല്ല പഴക്കമുണ്ട്, ഏകദേശം 50 വർഷം പഴക്കമുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര പഴയ ഒരു ഫീലാണിത്. അപ്പൊ നമ്മൾ ഇതെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിനൊക്കെ മാറ്റിയിട്ട് കളറൊക്കെ ഒന്ന് മാറ്റി ഇതൊന്ന് സാൻഡ് ചെയ്തെടുക്കണം, എല്ലാം ചെയ്യണം. അപ്പൊ നമുക്ക് ആ മേക്കിംഗ് പ്രോസസ്സിലേക്ക് കിടക്കാം ഗൈസ്. അപ്പൊ നമുക്ക് ഇതാദ്യം ഡിസസംബിൾ ചെയ്യാം. അപ്പൊ നമുക്ക് ഇതെല്ലാം വേറെ വേറെ ഇതാക്കാൻ പോണ്. അപ്പൊ എങ്ങനെ അഴിക്കാൻ നോക്കാം നമുക്ക്. അപ്പോൾ നമ്മളെ കൊണ്ട് അഴിക്കാൻ പറ്റുന്ന പാർട്സൊക്കെ നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. ഒരു തുണി എടുത്തിട്ട് മൊത്തമായിട്ട് ഒന്ന് തുടയ്ക്കാം, എന്നിട്ട് അത് കഴിഞ്ഞ് സാൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് തുടച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അത്യാവശ്യമൊക്കെ ഇതൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് സാൻഡ് ചെയ്യണം, ഒരു സാൻഡ് പേപ്പർ എടുത്തിട്ട്. അപ്പോൾ ആ സമയം നമുക്ക് ഈ ഗ്ലാസ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതൊരു വെള്ളത്തിലിട്ട് വയ്ക്കാം. എന്നിട്ട് കുറച്ചൊന്ന് ഇതായി കഴിഞ്ഞിട്ട് ഇത് കണ്ടോ, ഇതിലൊക്കെ മൊത്തം കരിയും ഇതൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളത്തിലിട്ടിട്ടോ അല്ലെങ്കിൽ റിമൂവറൊക്കെ വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ നോക്കാം. അത് ഞാൻ വേറെ സൈഡിൽ ചെയ്യുന്നുണ്ട്. ആ ടൈമിൽ നമുക്ക് ഇതൊന്ന് സാൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഇതുപോലൊരു സാൻഡ് പേപ്പർ എടുത്തിട്ട് നമുക്ക് തന്നെ സാൻഡ് ചെയ്തെടുക്കാം. കാരണം ഈ കളറൊക്കെ പെട്ടെന്ന് ഇളകി വരുന്ന പോലത്തെ കളറാണ്. അപ്പോൾ നമുക്കിതൊക്കെ സാൻഡ് ചെയ്തെടുത്തിട്ട് രണ്ടാമത്തെ കളർ അടിച്ചാൽ നിൽക്കുള്ളൂ, ഇല്ലെങ്കിൽ പെട്ടെന്ന് ആ കളറൊക്കെ ഇളകി വരാൻ ചാൻസ് ഉണ്ട്. നമുക്കിത് ഫുള്ളായിട്ടൊന്ന് സാൻഡ് ചെയ്തെടുക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ സാൻഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞു ഇതിനെ. ഇനി നമ്മൾ ചെയ്യാൻ പോണത്, നമുക്കിത് ഒരു ആൻറ്റി കൊറോസീവ് പ്രൈമർ അടിക്കാൻ പോകണം ഇതിൻ്റെ മുകളിൽ. അത് തുരുമ്പ് പിടിക്കണം എന്നൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് അടിക്കുന്നത് കുറച്ച്. അപ്പോൾ ഇതൊരു കോട്ട് അടിച്ചിട്ട് അതിന് മുകളിൽ നമുക്ക് പെയിൻറ്റ് ചെയ്യാം. നമുക്ക് കുറച്ച് ഇത് അടിക്കാം. അപ്പോൾ നമ്മുടെ ഈ പെയിൻറ്റ് പ്രൈമർ അടിച്ച് വെച്ചത് ഉണങ്ങിയിട്ട് നന്നായിട്ട്. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മേലെ നമ്മൾക്ക് ആവശ്യമുള്ള പെയിൻറ്റ് അടിക്കാനാണ്. ഞങ്ങളിപ്പോൾ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു ആർമി ഗ്രീന് എന്ന് പറയാൻ പറ്റില്ല, ഒരു ചാണകപ്പച്ച എന്നൊക്കെ പറയണ പോലെ ഒരു ഡാർക്ക് ഗ്രീൻ, ഈ കളർ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് മൊത്തം ഇതിലേക്ക് അടിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. നമ്മൾ ഇന്നലെ പെയിൻറ്റ് അടിച്ച് വെച്ചാണ്. ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസം. നന്നായി ഉണങ്ങിയിട്ടുണ്ട്, ഇത് കണ്ടില്ലേ, നന്നായി ഉണങ്ങിയിട്ടുണ്ട് അത്യാവശ്യം. അപ്പോൾ നമ്മുടെ ഇലക്ട്രോണിക് റാന്തൽ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ കൈയോടെ തന്നെ പിന്നെ ഇതിൽ ഒരു ഹോൾഡർ ഇട്ടിട്ട് ആ ഹോൾഡറിൽ ചെറിയൊരു 0 വോൾട്ട് ബൾബ് ഫിറ്റ് ചെയ്തു. നിങ്ങൾക്ക് വലിയ ബൾബ് വേണമെങ്കിൽ വലുത് ഫിറ്റ് ചെയ്യാം. ഞങ്ങൾക്ക് ഇതിനുള്ളിൽ നോക്കുമ്പോൾ കൊള്ളുന്നില്ല വലുത്. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് ഒരു 0 വോൾട്ട് ബൾബ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കറക്റ്റ് ഉണ്ട്. ഇനി നമുക്ക് എന്തായാലും ഇതൊന്ന് ഇട്ട് നോക്കണം. പിന്നെ നിങ്ങൾക്ക് ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള സാധനമാണ്, നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. ഭയങ്കര ഈസി ആയിട്ട് വെറും 26 രൂപ ചിലവ്, ഒരു പെയിൻറ്റിൻ്റെ ചിലവ് മാത്രമല്ല, 26 രൂപ ചിലവിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതേമാതിരി പഴയ റാന്തലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കളയാതിരിക്കുക. നമുക്കതിനെ ഈസി ആയിട്ട് ഇതേപോലെ റീസ്റ്റോർ ചെയ്യാം. ഭയങ്കര ചുരുക്കം ചീപ്പായിട്ട് നമുക്ക് ഈസി ആയിട്ട് റീസ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ? നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം.
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നത്. ഭയങ്കര ഈസി ആയിട്ടുള്ള റീസ്റ്റോറേഷൻ ആണ്. നമ്മൾ ഇതിന് മുമ്പ് ഹെൽമെറ്റ് റീസ്റ്റോറേഷൻ ചെയ്തിരുന്നു, അതിന് കുഴപ്പമില്ലാത്ത നല്ല കമൻസ് ആയിരുന്നു. അപ്പോൾ ഇതിന് നല്ല കമൻസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നമ്മുടെ വീഡിയോ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് തുരിതരെ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡ് കണ്ടിരിക്കും. ക്യാമറാമാൻ ശ്രീരാജിനൊപ്പം ഇറ്റ്സ് മീ വിശാൽ. ടാറ്റ.